രാഹുവിൻ്റെ സ്വന്തം പ്രവൃത്തി മണ്ഡലങ്ങളാണ് ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, സിനിമ, രാഷ്ട്രീയം എന്നിവ. ഇൻസ്റ്റന്റ്ലി സ്പ്രെഡിംഗ് പോപ്പുലാരിറ്റി, ഗ്ലാമർ, ഉയർന്ന സാമ്പത്തിക നേട്ടം എന്നിവ രാഹു സമ്മാനിക്കുന്നു. ഈ മേഖലയിൽ വേണ്ട ക്വാളിഫിക്കേഷൻ ഗ്രഹനിലയിൽ ഗുണകരമായ രാഹുവിൻ്റെ സ്ഥിതി മാത്രമാണ്. ക്രിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുയോജ്യമായ ശനി, ശുക്രൻ എന്നിവരുടെ സ്ഥിതിയും കൂടുതൽ പ്രയോജനം നൽകും. ഇവിടെ രാഹുവിൻ്റെ ഏറ്റവും നല്ല പാർട്ണർ ശനിയാണ്. രാഹുവും ശനിയും ചേർന്ന് വരുന്ന കോംബോ നിങ്ങളെ ലൈം ലൈറ്റിൽ നിർത്തും. ഇരുട്ട് രാഹുവിൻ്റെയും ശനിയുടെയും പ്രവൃത്തി സമയമാണ്. അത് മനസ്സിലാക്കി ഭാവനയും സാങ്കേതികവിദ്യയും കൂട്ടിക്കലർത്തി ജോലി ചെയ്യേണ്ടി വരുന്നവർ രാത്രികാലങ്ങൾ പ്രവൃത്തി സമയത്തിന് തിരഞ്ഞെടുക്കുന്നു. ചെയ്യാൻ പാടില്ലാത്തവ: മദ്യപാനം രാഹുവിനെ സന്തോഷപ്പെടുത്തും, പക്ഷെ ശനി മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കൃത്യമായ മെഡിറ്റേഷൻ രാഹുവും ശനിയും ആവശ്യപ്പെടുന്നുണ്ട്. കൃത്യമായ മെഡിറ്റേഷൻ, യോഗ എന്നിവ ചെയ്തില്ലെങ്കിൽ കോൺസെൻട്രേഷൻ ബുദ്ധിമുട്ടാകും. ജഡ്ജിമെൻ്റ് എടുക്കേണ്ട സമയത്ത് മനസ്സ് 2 മുയലിൻ്റെ പുറകെ ഓടും. ഭാഷയും വേഗതയും രാഹുവിൻ്റെ സംഭാവനകളാണ്. ഗ്രഹനിലയിൽ 2ാം ഭാവത്ത് ഗുണകരമായ രാഹു അന്യഭാഷകളിൽ സ്കില്ലുണ്ടാക്കും. അതായത് നല്ല ചേസ്ഡ് ഇംഗ്ലീഷ് പറയുന്നവരായിരിക്കും ഇവർ. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ വളരെ അട്രാക്റ്റീവുമായിരിക്കും. 2ലെ രാഹുവിൻ്റെ മോശമായ സ്ഥാനമാണെങ്കിൽ സ്പീച്ച് ഇഷ്യൂസും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 3ലെ രാഹുവിൻ്റെ നല്ല സ്ഥിതി ഈ വിഭാഗത്തിലുള്ളവർക്ക് നല്ല രീതിയിൽ എഴുതാൻ, നല്ല രീതിയിൽ സംസാരിക്കാൻ, മാധ്യമങ്ങളിലും ഡിജിറ്റൽ മീഡിയ വഴിയും പ്രശസ്തി നേടുന്നതിനും ഗുണകരമാണ്. 10ാം ഭാവത്തിലെ രാഹു പ്രശസ്തിയെ സൂചിപ്പിക്കുന്നു. രാജാവ് ശനിയുടെ സൃഷ്ടിയാണ്, എന്നാൽ രാഷ്ട്രീയം രാഹുവിൻ്റേത്. അധികാരമോഹം, അത്യാഗ്രഹം ഇതൊക്കെ രാഹുവിൻ്റെ സന്തതികളാണ്. അപ്പോൾ ധർമ്മം എന്നുള്ള കൺസെപ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്നും അന്യമാണ്. ജയിച്ചു വരുന്നവരുടെ കൂട്ടത്തിൽ ശനിയുടെ പ്രഭാവം ഇല്ലാത്തവരാണ് കൂടുതലെങ്കിൽ ഭരണം ഒരു സമയം കളയൽ മാത്രമാകും. അധർമ്മവും അരാജകത്വവും ബഹളവുമായി അത് മുൻപോട്ട് പോകും. ഇതിനിടയിൽ രാഹുവിൻ്റെ മാത്രം സ്വാധീനം കൊണ്ട് പെട്ടെന്ന് ഉയരത്തിലെത്തുന്നവർ, അഴിമതി, പീഡനം, കൊടിയ തെറ്റുകൾ എന്നിവ ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ, അവരുടെ ഗ്രഹനിലയിൽ ശനിയുടെ ഗോചര സമയത്ത് അല്ലെങ്കിൽ ദശാകാലത്ത്, അന്തർദശാകാലത്ത് ശനി അവരെ കഴുത്തിന് കുത്തി പുറന്തള്ളും. ഇപ്പോൾ കേരളത്തിൽ അത്തരത്തിൽ നടന്ന ഒരു സംഭവം ഈ നിയമത്തിന് തെളിവ് നൽകുന്നു. മേടം രാശിയിൽ 7.2 ശനി വിനോദസഞ്ചാരത്തിന് വന്നതല്ല. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് 1, 3, 6, 10 എന്നീ ഭാവങ്ങളിലെ നല്ല സ്ഥിതിയിലുള്ള രാഹു വളരെയധികം ഗുണങ്ങൾ നൽകും. 1ാം ഭാവത്തിലെ രാഹു ജാതകനെ വളരെ അഹങ്കാരിയാക്കും. ഏറ്റവും ഉയർന്ന ഈഗോ അയാൾക്കുണ്ടാകും. 3, 6, 10 എന്നീ ഭാവങ്ങളിൽ രാഹു അനുയോജ്യമാണെങ്കിൽ ജാതകൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കും. നിങ്ങളിൽ ആരെങ്കിലും ദൈവങ്ങളെയോ ഗ്രഹങ്ങളെയോ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? എന്നാൽ രാഹു പലരുടെയും സ്വപ്നങ്ങളിൽ കടന്നു വരാറില്ലേ? അത്രയ്ക്കും വ്യാപകമാണ് രാഹുവിൻ്റെ ശക്തി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.